ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AD അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബീസ്റ്റ് എന്ന സിനിമയെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. ദളപതി വിജയ് നായകനായി 2022 ഏപ്രിൽ 13 റിലീസ് ചെയ്ത സിനിമയാണ് ബീസ്റ്റ്. ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ റിവ്യൂ വൈസ് സിനിമയ്ക്ക് മൊത്തം നെഗറ്റീവ് ആയിരുന്നു. എന്നാൽ ആ നെഗറ്റീവ് ഒന്നും സിനിമയെ ഒട്ടും ബാധിച്ചിരുന്നില്ല. ബീസ്റ്റ് എന്ന സിനിമ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ഏകദേശം 250 കോടിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. എന്നാൽ ആസ് എ വിജയ് ഫാൻ എന്ന രീതിയിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമ കൂടിയാണ് ബീസ്റ്റ്. ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണാൻ പോയി ഇതുപോലൊരു മൂഞ്ചിക്കുത്തിയ സിനിമ, അതും എന്താ ഈ പടം തീരാത്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിജയ് സിനിമ ബീസ്റ്റ് മാത്രമായിരിക്കും. അത്രയ്ക്ക് ഞാൻ വെറുത്തു പോയൊരു സിനിമയാണ് ബീസ്റ്റ്. അപ്പോൾ ബീസ്റ്റിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സിനിമയിൽ എനിക്ക് പോസിറ്റീവായി തോന്നിയ കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ദളപതി വിജയ് തന്നെയാണ്. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ്, സ്വാഗ്, അതുപോലെ തന്നെ ലുക്ക് ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാം പടത്തിൽ പൊളിയായിരുന്നു. വിജയ് എന്ന ബ്രാൻഡ് ഉള്ളത് തന്നെയാണ് ഈ പടത്തിൻ്റെ മെയിൻ പോസിറ്റീവ്. പിന്നെ നമ്മുടെ അനിരുദ്ധിൻ്റെ BGMs, സോങ്സ് ആകെ 3 സോങ്സാണുള്ളത്. ഒന്ന് അറബിക്കുത്ത്, ജോളിയോ ജിംഖാന, ബീസ്റ്റ് മോഡ് എന്ന സോങ് അതൊരു സിറ്റുവേഷനിൽ മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോയി. വേണ്ട വിധത്തിൽ ആ സോങ്ങിനെ യൂസ് ചെയ്തില്ല. പിന്നെ അറബിക്കുത്ത് കിളിലനായിരുന്നു. ആ സോങ് ഉണ്ടാക്കിയ ഓളം എല്ലാവർക്കും അറിയാം. ജോളിയോ ജിംഖാന പിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. ജസ്റ്റ് ഒരു ആവറേജ് ലെവൽ സോങ് മാത്രമായിട്ടേ തോന്നിയുള്ളൂ. ബാക്കി BGMs എല്ലാം അനിരുദ്ധ സിനിമയിൽ കസറിയിട്ടുണ്ട്. ദളപതിയുടെ ക്യാരക്ടർ വീരരാഘവൻ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി സംഭവം തന്നെയായിരുന്നു. ഭയങ്കര കാമായിട്ട് കൂളായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിൽ നമ്മൾ ഇന്നേ വരെ ദളപതി വിജയിനെ കണ്ടിട്ടില്ല. ആ ഒരു കാര്യത്തിൽ നെൽസനോട് നമ്മൾ നന്ദി പറയണം. എന്നാൽ പടം മൂഞ്ചിയതായതുകൊണ്ട് ആ ക്യാരക്ടർ അങ്ങനെ അറിയപ്പെടാത്ത ഒരു ക്യാരക്ടർ ആയിപ്പോയി. പടം വേറെ ലെവലായിരുന്നെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ എല്ലാവരും എടുത്തു പറഞ്ഞേനെ. പൊതുവെ നെൽസൻ്റെ എല്ലാ പടങ്ങളിലും ഹീറോ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. ഭയങ്കര കാമായിട്ട്, ഭയങ്കര കൂളായിട്ട് നടക്കുന്ന, എന്താ പറയുക, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരിക്കും. ആ ഒരു സംഭവം നെൽസൺ വിജയിലേക്ക് പിടിച്ചപ്പോൾ സംഭവം നല്ല രീതിയിൽ കണക്റ്റായി. പിന്നെ പടത്തിലെ ഫൈറ്റ് സീക്വൻസ്, എല്ലാ ഫൈറ്റിനെ കുറിച്ചും ഞാൻ പറയുന്നില്ല. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളത് ഒറ്റ ഫൈറ്റാണ്, വീരരാഘവൻ്റെ ഇൻട്രോ ഫൈറ്റ്. കിടില ഫൈറ്റായിരുന്നു. ലോജിക്കൊന്നും നോക്കിയില്ലെങ്കിലും ഫൈറ്റ് വൈസ് കിടിലനായിരുന്നു. കാരണം മാസ്റ്റേഴ്സ് അൻപറിവാണേ. പിന്നെ അതുപോലെ തന്നെ പടത്തിൽ നെൽസൺ മര്യാദയ്ക്ക് എന്തെങ്കിലും പണി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സീനാണ്. ഒരു ടെററിസ്റ്റ് ഒരു കുഞ്ഞിനെയും അമ്മേനെയും ഉപദ്രവിക്കാൻ നോക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ വീരരാഘവൻ്റെ എൻട്രി, കോടാലി പിടിച്ചുകൊണ്ട് നടന്നു വന്ന് ടെററിസ്റ്റിൻ്റെ തല വെട്ടുന്ന സീൻ. അവിടെ അനിരുദ്ധിൻ്റെ BGMും വേറെ എന്താ വേണ്ടേ, കൊലകൊല്ലി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു സീന്. അതുപോലെ തന്നെ പൂജ ഹെഗ്ഡി ദളപതി വിജയ് ആയിട്ടുള്ള ചെറിയ കോമ്പിനേഷൻ സീൻസൊക്കെ അതൊക്കെ കൊള്ളായിരുന്നു. എല്ലാം അല്ല, ചിലത് മാത്രം. പിന്നെ VFX, ക്ലൈമാക്സിലെ ആ ഒരു ജെറ്റ് ഫൈറ്റ് ഉണ്ട്. ആ ഒരു ജെറ്റ് ഫൈറ്റ് സംഭവം ലോജിക്കില്ലേലും അത് ചെയ്തു വെച്ച ആ ഒരു VFX പരിപാടികളെല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ നെൽസൺ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ബീസ്റ്റിൽ പോസിറ്റീവായി തോന്നിയ കാര്യങ്ങൾ. ഇനി നമുക്ക് നെഗറ്റീവ്സ് നോക്കാം. നെൽസൺ എന്ന ഡയറക്ടർ, പുള്ളി മുൻപ് ചെയ്ത സിനിമകളാണ് ഡോക്ടർ, കോലമാവ് കോകില. ഈ 2 പടം കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് ബീസ്റ്റ് മൂഞ്ചെന്ന്. പറഞ്ഞ പോലെ തന്നെ നെൽസൺ എന്ന ഡയറക്ടർ തന്നെയാണ് ബീസ്റ്റ് എന്ന സിനിമയെ കൊന്നത്. അതിൽ ഒരു ഡൗട്ടും വേണ്ട. ബീസ്റ്റിൻ്റെ വൺ ലൈൻ നോക്കുകയാണെങ്കിൽ, ഒരു റോ ഏജൻറ്റ്, പുള്ളിയുള്ള മാള് പെട്ടെന്ന് കുറേ തീവ്രവാദികൾ വന്ന് ഹൈജാക്ക് ചെയ്യുന്നു. അവിടെയുള്ള ജനങ്ങളെല്ലാം തീവ്രവാദികൾ ബന്ദികളാക്കുന്നു. അവിടെയുള്ള ആ റോ ഏജൻറ്റ് തീവ്രവാദികളെല്ലാം തീർത്ത് അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കുന്നു. ഇതാണ് ബീസ്റ്റിൻ്റെ വൺ ലൈൻ. ശരിക്കും വൺ ലൈൻ സിമ്പിളാണ്. മര്യാദയ്ക്ക് വൃത്തിയിൽ നല്ല ത്രില്ലിംഗ് ആയി ഈ പടം എടുത്തിരുന്നെങ്കിൽ പടം വേറെ റേഞ്ചിൽ എത്തിയേനെ. അതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കില്ലെന്ന് പറഞ്ഞ സിനിമ. ആ ഒരു സിനിമയൊക്കെ ഒറ്റ ദിവസം ഒരു ട്രെയിനിൽ നടക്കുന്ന സംഭവമാണ്. ഏത് റേഞ്ചിൽ അവന്മാർ എടുത്ത് വെച്ചേക്കുന്നത്. ബീസ്റ്റൊക്കെ ആ ഒരു ലെവലിൽ കുറച്ച് വയലൻസൊക്കെ പിടിച്ച് നല്ല ത്രില്ലിംഗ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ പടത്തിൻ്റെ ലെവൽ തന്നെ ടോട്ടലി മാറിയേനെ. എന്നാൽ നെൽസൻ്റെ അനാവശ്യ ഡാർക്ക് ഹ്യൂമറുകൾ, ലോജിക്കില്ലാത്ത പരിപാടികൾ എല്ലാം പടത്തിൽ കൊണ്ടുവന്ന് പടത്തിനെ അങ്ങ് കൊന്ന്. അതുമാത്രമല്ല, ബീസ്റ്റ് എന്ന് പറയുന്ന സിനിമ ഒരു ക്ലാഷ് റിലീസായിട്ടാണ് വന്നത് നമ്മുടെ KGF ചാപ്റ്റർ 2ൻ്റെ ഒപ്പം. ബീസ്റ്റിൻ്റെ ട്രെയിലറൊക്കെ വന്നപ്പോൾ KGFൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കുന്ന ഒരു സിനിമയാണെന്നുള്ള ഒരു പ്രോമിസിങ്ങൊക്കെ ആ ട്രെയിലറിൽ നമ്മുടെ നെൽസൺ തന്നിരുന്നു. എന്നാൽ സിനിമ റിലീസായപ്പോൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. KGF 2 ആയിട്ടുള്ള ക്ലാഷും പടത്തിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ എടുത്തിരുന്നെങ്കിൽ KGF 2ൻ്റെ ഒപ്പം പുട്ടുപോലെ ബീസ്റ്റ് പിടിച്ചു നിന്നേനെ. അതിനുള്ളതെല്ലാം സിനിമയിൽ ഉണ്ടായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ തന്നെ
അമ്മയുടെ വീട്ടിൽ കയറി പോണ പോലെയാണ് വീരരാഘവൻ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്ത ഒരു വീട്ടിലേക്ക് കയറി പോകുന്നത്, അതും ടെററിസ്റ്റിൻ്റെ മുമ്പിലേക്ക്. എന്ത് ലോജിക്ക്! അതുപോലെ തന്നെ വീരരാഘവൻ്റെ അശ്രദ്ധ കാരണം അവിടെ വെച്ചുള്ള ഫൈറ്റിൽ ഒരു കുട്ടി മരിക്കുന്നു. പിന്നെ ആ കുട്ടിയായിട്ടുള്ള ചെറിയൊരു സെൻറ്റിമെൻറ്റ്സ് സീനൊക്കെ കുഴപ്പമില്ലായിരുന്നു, നൈസായിരുന്നു. അത് കഴിഞ്ഞ് പൂജ ഹെഗ്ഡേനെ കാണുന്നു. പൂജ ഹെഗ്ഡയും ദളപതിയും തമ്മിൽ റിലേഷനിലാവുന്നു. അവരുടെ റിലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കില്ലാത്ത റിലേഷനാണ്. അതാണ് വേറൊരു കാര്യം. പൂജ ഹെഗ്ഡേനെയൊക്കെ എന്തിനാ കൊണ്ടുവന്നതെന്ന് നെൽസന് പോലും അറിയില്ല. അങ്ങനെ പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ചളിയടിയൻ്റെ എൻട്രിയാണ് VTV ഗണേഷ്. അയാളെയൊക്കെ തിയേറ്ററിൽ സഹിക്കാൻ പറ്റൊരു പാട്. വാ തുറന്ന ചളിയും അപരാധം പറച്ചിലും മാത്രമാണ്. അങ്ങനെ വീരരാഘവൻ്റെ ആൾക്കാർ, അതായത് പൂജ ഹെഗ്ഡെ, VTV ഗണേഷ്, അങ്ങനെ അവരുടെ ആൾക്കാരെല്ലാവരും കൂടി മാളിൽ എത്തുന്നു. മാള് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. അവിടെയാണ് നമ്മുടെ റെഡിൻ കിങ്സ്ലിയും അതുപോലെ തന്നെ യോഗി ബാബും. പറയണ്ടല്ലോ, അടുത്ത അപരാധങ്ങൾ. വാ തുറന്നു കഴിഞ്ഞാൽ ചളി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ പൂജ ഹെഗ്ഡയുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട്. അവനൊന്നും സഹിക്കാൻ പറ്റില്ല. നെൽസൺ ഈ പടത്തിനെ എങ്ങനെയും ചളി വാരി തേച്ച് കൊന്ന് കൊലവിളിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു കൊണ പിടിച്ച ക്യാരക്ടറിനെയൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ തീവ്രവാദികളുമായിട്ടുള്ള ചെറിയ ഫൈറ്റ് സീനുകൾക്കെല്ലാം ശേഷം പടത്തിന് ഇൻ്റർവെൽ ബ്ലോക്കാണ്. മിനി കൂപ്പർ വെച്ച് വീരരാഘവൻ്റെ മാളിനുള്ളിലൂടെയുള്ള ഒരു ഡ്രിഫ്റ്റിങ്, അത് കഴിഞ്ഞ് സ്റ്റെയർ കേസിൽ നിന്ന് മിനി കൂപ്പർ വെച്ചിട്ടുള്ള ഒരു ജമ്പിങ് സീൻ, അവിടെയാണ് ഇൻ്റർവെൽ. നെൽസാ, ഈ ലെവൽ ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ ദളപതിക്ക് കരിയറിൽ കിട്ടിക്കാണുമോ? പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഏറെക്കുറെ കൺഫേം ആയതാണ് പടം മൂഞ്ചിയെന്ന്. ഇൻ്റർവെൽ ബ്ലോക്കും കൂടി കണ്ടപ്പോൾ ശുഭം. ഇൻ്റർവെൽ ബ്ലോക്കിന് ശേഷം പടം അങ്ങനെ വീണ്ടും മുൻപോട്ട് പോകുന്നു. അതിനുശേഷമാണ് നമ്മളെ മെയിൻ വില്ലനെ കാണിക്കുന്നത്. വില്ലനാണ് കോമഡി. ഒന്നില്ലെങ്കിലും ദളപതി വിജയനെ പോലെ ഒരു ആക്ടറല്ലേ. പുള്ളിയുടെ സിനിമകളിലെ വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ വില്ലനാവണം. ഇതേതോ ഒരു ബംഗാളീനെ വിളിച്ചുകൊണ്ട് വന്ന് മാസ്ക് ഒടിയിപ്പിച്ച് ടെററിസ്റ്റുമായി കാണിച്ച്, അതാണ് പടത്തിലെ വില്ലൻ. പിന്നെ വേറൊരു വില്ലൻ ഉണ്ട്, ഒരു കുള്ളൻ വില്ലൻ, ഉമർ ഫറൂഖോ എന്തൊക്കെയാണ് പേര്. പടത്തിൻ്റെ മെയിൻ നെഗറ്റീവാണ് വില്ലന്മാർ. ബംഗാളികളെ പിടിച്ച് വില്ലന്മാരാക്കിയ അവസ്ഥയായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഒരു ഷീൽഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. സംഭവം കൊള്ളായിരുന്നു. എന്നാൽ ആ ഫൈറ്റിലും 2 ഊളകളുടെ ചളിയടി സഹിക്കാൻ പറ്റില്ല. ഒരു മാസ് ഗൺ ഫയറിങ് സീനാണ്. ദളപതിക്ക് വേണ്ടി 2 ഡോറ് പിടിച്ചിരിക്കുകയാണ് ഷീൽഡ് പോലെ. എന്നിട്ട് ആ ഡോറും പിടിച്ചുകൊണ്ട് ഈ മാസീൻ്റെ ഇടയ്ക്ക് ഇവന്മാർ ചളി അടിക്കുക കിടന്നിട്ട്. ഒരു മാസ് ഫൈറ്റ് സീനാന്ന് കൂടി ആലോചിക്കണം. അപ്പോൾ പിന്നെ ആ സാധനങ്ങളൊക്കെ മനുഷ്യർക്ക് കണക്റ്റ് ആവും. പിന്നെ ലോജിക്കില്ലാത്ത ദളപതിയുടെയും കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഒരു എന്താ പറയുക, നമ്മുടെ സ്കേറ്റ് ഷൂസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫൈറ്റ്, അതൊക്കെ എന്തിനാ വെച്ചതെന്ന് പോലും ഒരു പിടുത്തമില്ല. അങ്ങനെ ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും നമ്മുടെ മെയിൻ വില്ലനെ നമ്മുടെ വീരരാഘവൻ ഷോട്ട് ഗൺ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. ഷോട്ട് ഗണ്ണിന് ശരിക്കും പറഞ്ഞാൽ നല്ല റീകോയിലുണ്ട്. എന്നാൽ വീരരാഘവൻ ഒറ്റക്കൈയിൽ പിസ്റ്റൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന പോലെയാണ് ഷോട്ട് ഗൺ വെച്ച് കൊല്ലുന്നത്. അവിടെയൊന്നും ലോജിക്ക് എന്ന് പറഞ്ഞ സംഭവമല്ല. സംഭവം മാസമായിട്ടാണ് കാണിക്കുന്നതെങ്കിലും ചെയ്യുന്നതിലൊരു ലോജിക്ക് വേണ്ടേ. ഫൈനൽ ക്ലൈമാക്സിൽ സെക്കൻഡ് വില്ലനെ വീരരാഘവൻ പാകിസ്ഥാനിൽ ജെറ്റ് പറത്തിക്കൊണ്ടുപോയി പിടിക്കുന്ന ഒരു സീനുണ്ട്. പാകിസ്ഥാൻ്റെ റോട്ടിൽ പോയി ജെറ്റ് പാർക്ക് ചെയ്യും. ഉമർ ഫറൂഖ് എന്ന വില്ലനെ വീരരാഘവൻ പൊട്ടുപോലെ, അതായത് നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് വരുമല്ലോ, കൈയും കാലൊക്കെ കെട്ടിയിട്ടുണ്ട്, പുട്ടുപോലെ ബാഗ് എടുത്തിട്ട് വരുന്ന പോലെ എടുത്തു വരുന്നത്. തീവ്രവാദികളുടെ ഗണ്ണും പിടിച്ച് പൊട്ടനെ പോലെ നോക്കി നിൽക്കുക. പിന്നെ ഒരു ജെറ്റ് ഫൈറ്റാണ്. അതിലെ VFX ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊള്ളായിരുന്നു. എന്നാൽ ഒരു ലോജിക്കും ഇല്ലായിരുന്നു. മറ്റേ ഓക്സിജൻ മാസ്ക് എല്ലാം താത്തിയിട്ടിച്ച് ഫൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലാസ്റ്റ് സല്യൂട്ട് കൊടുക്കുക, അപരാധങ്ങളുടെയൊക്കെ എക്സ്ട്രീം ലെവൽ സംഭവമായിരുന്നത്. ആകെ ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ ആ ഒരു സോങ് ആ ഒരു ജെറ്റ് ഫൈറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്തിനാണോ വിട്ട്? മര്യാദയ്ക്കുള്ളൊരു സോങ് ആയിരുന്നു. അതും ആ ഒരു സീനിലിട്ട് നശിപ്പിച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നല്ല രീതിയിൽ എടുത്തിരുന്നെങ്കിൽ കിടിലനാവുമായിരുന്ന ഒരു സ്റ്റോറി ലൈനായിരുന്നു. എന്നാൽ അനാവശ്യ ചളി. പിന്നെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് അനാവശ്യത്തിന്. നമ്മുടെ മലയാളത്തിലെ അപർണ ഉണ്ട്, പൂജ ഹെഗ്ഡെ, ഷൈൻ ടോം ചാക്കോനെ കൊണ്ടുവന്നിട്ട് കോമാളിയാക്കി കളഞ്ഞ സീനുണ്ട്. പിന്നെ ചളിക്ക് വേണ്ടി മാത്രം കാസ്റ്റ് ചെയ്ത ഒരു 6-7 പേര്. ഇവരൊക്കെ ഒഴിവാക്കി ആ പടം സീരിയസ് ആയിട്ട് അടിപൊളിയായി കൊണ്ടുപോയിരുന്നെങ്കിൽ കെടുവായനെ. കാരണം സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലടക്കം നെൽസൺ ചളി വാരി തേച്ചേക്കാണ്. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയ 2 ആൾക്കാർ. ഒന്നൊരു കോമാളി മിനിസ്റ്റർ ഉണ്ട്, പുള്ളിയുടെയൊക്കെ പ്രകടനം അസഹനീയമായിരുന്നു. പിന്നെ സെൽവരാഘവൻ, എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ. ശരിക്കും ഈ പടം കാണുമ്പോൾ സെൽവരാഘവൻ്റെ ആയാലും അതുപോലെ അതിൽ ചളിയടിക്കുന്ന ആ 6-7 ടീംസിൻ്റെയും അവരുടെയൊക്കെ ഡയലോഗ്സൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും, ശരിക്കും ടെററിസ്റ്റ് തന്നെയാണോ മാള് ഹൈജാക്ക് ചെയ്തേ, അതോ ഈ ചളി അടിക്കുന്നവന്മാരാണോ മാള് ഹൈജാക്ക് ചെയ്തതെന്ന് നമുക്ക് പോലും ഡൗട്ടാവും. ബീസ്റ്റ് എന്ന പടത്തിന് നെഗറ്റീവ് റിവ്യൂസ് കിട്ടാൻ കാരണം നെൽസൺ തന്നെയാണ്. സീരിയസ് ആയിട്ട് എടുക്കേണ്ട സംഭവം ഇതുപോലെ ഡാർക്ക് ഹ്യൂമർ കുത്തിക്കയറ്റി കൊളാക്കി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ബീസ്റ്റിന് നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം
ഇതുപോലെയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് മാത്രമേ വരൂ. ബീസ്റ്റ് എന്ന സിനിമയുടെ മെയിൻ പ്രശ്നം, ബീസ്റ്റ് എന്ന സിനിമയുടെ കണ്ടൻറ്റ് നല്ല സീരിയസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. എന്നാൽ സിനിമ സീരിയസ് അല്ല, സിനിമയുടെ ക്യാരക്ടേഴ്സും സീരിയസ് അല്ല, സിനിമയെടുത്ത ഡയറക്ടറും സീരിയസ് ആയിട്ടല്ല ഈ സിനിമ എടുത്തത്. അതുതന്നെയാണ് സിനിമയെ ബാധിച്ചതും. എന്നാൽ ഒരു കാര്യത്തിൽ നെൽസനോട് നന്ദി പറയണം. നോർമലായിട്ടുള്ള വിജയ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ബീസ്റ്റ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആയിരുന്നു. സംഭവം പാളിപ്പോയെന്ന് മാത്രം. കാരണം മിക്ക വരുന്ന എല്ലാ വിജയ് സിനിമകളിലും വിജയുടെ സ്ഥിരം ക്ലീശ ആയിട്ടുള്ള ഐ ആം വെയിറ്റിംഗ്, ബബിൾ കയറ്, അതുപോലെ തന്നെ ഫേസിൽ വെച്ച് കൈ ഇങ്ങനെ ഒടിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ബീസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ബീസ്റ്റ് ഒരു ഫ്രഷ് സംഭവമായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് നെൽസൺ പോക്കിരിയുടെ ഫാൻ ആയതുകൊണ്ട് അതിലുള്ള ആ ഒരു ഡയലോഗ് എടുത്തെന്നുള്ളത് മാത്രം. ബാക്കിയൊക്കെ ഫുള്ള് ഫ്രഷ് ആയിരുന്നു. അപ്പോൾ ബീസ്റ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.